അങ്ങാടിപ്പുറം പാലത്തിൻ്റെ അവിടെ ഇപ്പോൾ നിലവിലുള്ള ബ്ലോക്കാണല്ലോ വലിയ വിഷയം. അപ്പോൾ അത് ഞാനിപ്പോൾ എന്ത് ചെയ്തു, ഒരു ഡ്രോണിൽ പോയിട്ട് ഷൂട്ട് ചെയ്തിട്ട് അത് ഒരു വീഡിയോ ആക്കിയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിക്കുകയാണ്. ഇവിടെയാണ് ശരിക്കും ഈ ബ്ലോക്ക് തുടങ്ങണ സ്ഥലം. ഇത് അങ്ങാടിപ്പുറം പാലം കഴിഞ്ഞിട്ടുള്ള ആ സ്ഥലത്തുള്ള കുണ്ടും കുഴിയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ആ കുണ്ടും കുഴിയും കഴിഞ്ഞിട്ട് മുന്നോട്ട് പോകുന്ന റോഡും ആ കുണ്ടും കുഴിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് വരുന്ന വണ്ടികളുടെ ലൈനും കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ബ്ലോക്ക് കണ്ടോ? ലെഫ്റ്റ് സൈഡിൽ ബ്ലോക്ക് അങ്ങനെ നിൽക്കണുണ്ടോ? എന്നാൽ അതിൻ്റെ നേരെ മുന്നിൽ ബ്ലോക്ക് തന്നെ അല്ല. ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. അവിടുന്ന് ഇങ്ങോട്ടേക്ക് മുന്നിലേക്ക് ബ്ലോക്കില്ല, വണ്ടികൾ അങ്ങനെ നല്ല ഉഷാറായിട്ട് പോകുന്നുണ്ട്. ബാക്കിലേക്ക് നല്ല ബ്ലോക്കുണ്ട്. അതായത് ആ കുണ്ടിൻ്റെ അവിടുന്ന് അങ്ങോട്ടേക്ക് ബാക്കിലേക്ക് രണ്ട് സൈഡിലും ബ്ലോക്ക് ഉണ്ട്. ലെഫ്റ്റ് സൈഡിലും ബ്ലോക്ക് ഉണ്ട്, റൈറ്റ് സൈഡിലും ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ ഈ കുണ്ടിൻ്റെ അവിടെ വണ്ടികൾ സ്ലോ ആക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വണ്ടികൾ ബാക്കിൽ വരുന്ന വണ്ടികൾ അതിൻ്റെ പിന്നാലെ ഇങ്ങനെ സ്ലോ ആയിട്ട് പോവുള്ളൂ. മുന്നിൽ പോണ വണ്ടികൾ ഒരു ആ കുണ്ടിൻ്റെ അവിടുന്ന് കടന്നു പോകാനൊരു 10 സെക്കൻഡ് മുതൽ 20 സെക്കൻഡ് പിടിക്കും. ആ 20 സെക്കൻഡായിട്ട് പാലത്തിൻ്റെ അപ്പുറത്തേക്ക് ഒരു 10-15 വണ്ടിയെങ്കിലും ആ സമയത്ത് വരും. ഇനി ഇവിടുന്ന് കണ്ടോളി, ഇത് ബ്ലോക്ക് എവിടെന്ന് വെച്ച് കഴിഞ്ഞാലേ പെരിന്തൽമണ്ണ ജൂബിലി ജംഗ്ഷൻ്റെ അവിടുന്ന് തുടങ്ങുന്ന ബ്ലോക്കാണ് നിങ്ങൾ കാണുന്നത് ഇടതുഭാഗത്ത്. ഈ ബ്ലോക്ക് അവിടെ കണ്ടോളി, 3 ലൈനായിട്ട് വണ്ടികൾ ഇങ്ങനെ നിൽക്കണം. അതിങ്ങനെ പോയി ഏകദേശം വണ്ടികൾ ഇപ്പോൾ അവിടെ ഏകദേശം ഒരു സംഖ്യൻ്റെ വണ്ടികളുണ്ട്. എണ്ണാണെങ്കിൽ ഇപ്പോൾ അത് ഒതുക്കാൻ കഴിയില്ല നമുക്ക്. അതങ്ങനെ പോയിട്ട് അതിൻ്റെ ഇടയിൽ അവിടെ റോങ് സൈഡിൽ കാറുകൾ തിരിച്ച് കയറണതൊക്കെ അതിൽ കാണാൻ പറ്റൂട്ടില്ലേ. റൈറ്റ് സൈഡിൽ കണ്ടോ വണ്ടികൾ ഒരു ബ്ലോക്കും ഇല്ലാതെ പോകുന്ന കണ്ടില്ലേ. ഇനിയിപ്പോൾ അവിടെ കണ്ടോ, ഇവിടെ കണ്ടോ ആ പാലത്തിൻ്റെ അവിടെ 3 ലൈനായിട്ടുള്ളത്, ഓരോ ലൈനായിട്ടാണ് വണ്ടികൾ കയറുന്നത്. സ്വാഭാവികമായിട്ടും പാലത്തുമ്പോൾ കൂടി 2 ലൈന് വണ്ടികൾ പോവില്ല, ഒരൊറ്റ ലൈന് വണ്ടികൾ പോവുള്ളൂ. ഈ ഒരു ലൈനായിട്ട് പോകുന്ന വണ്ടികൾ എത്ര മെല്ലെ പോകണമെന്ന് നോക്കി നോക്കി. അങ്ങനെ അത് വണ്ടികളെ കയറുന്ന വണ്ടികൾക്ക് പോകാൻ കഴിയുന്നില്ല. അതാണ് മെയിൻ പ്രശ്നം. പാലത്തിൻ്റെ അവിടെ 3 ലൈനായിട്ട് വരുന്ന വണ്ടികൾ പാലത്തുമ്പോൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒറ്റ ലൈനായിട്ട് പോകണ വണ്ടികൾക്ക് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകാൻ കഴിയുന്നില്ല. അങ്ങനെ പോയി ഇതൊക്കെ പാലത്തുമ്പോൾ തന്നെ കേട്ടോ. പാലത്തുമ്പോൾ കൂടി അങ്ങനെ പോയി അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഉണ്ടോ, പാലം കയറി ഇങ്ങോട്ടേക്ക് വരുന്ന വണ്ടികൾ അവിടെ ഒരു ബ്ലോക്കും ഇല്ല, ഒരു തിരക്കും.